ഹലോ, ഇന്ന് നമുക്ക് കോർപ്പറേഷനിലെ സിലബസിൽ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്, മെയിനായിട്ട് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി പോവാം. കുറച്ച് ലോങ് വീഡിയോ ആവും, നിങ്ങൾ സ്പീഡിലിട്ടിട്ട് കാണേ എങ്ങനെയാ വെച്ചാൽ ചെയ്തോട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 15 മൊഡ്യൂളുണ്ട്. നമുക്ക് കോർപ്പറേഷനിൽ 15 മൊഡ്യൂളുണ്ട്. അതിൽ ഞാൻ ICAനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വേഗം ഒന്ന് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ICAയിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഡെഫിനേഷൻ, ICA വാല്യൂസ്, എത്തിക്സ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ICA വന്ന വർഷം 19 ഓഗസ്റ്റ് 1895. പിന്നെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയൊക്കെയായിരുന്നു? 3 സ്ഥലങ്ങളിലും ഹെഡ് ക്വാർട്ടേഴ്സ് മാറിയിട്ടുണ്ട്. അത് നോക്കണം. 1895 വരുമ്പോൾ അത് ലണ്ടനിലായിരുന്നു. പിന്നെ അത് 1982 എങ്ങോട്ട് മാറ്റി? ജനീവയിലേക്ക് മാറ്റി. പിന്നെ 2013 പ്രസൻ്റ്ലി അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രുസൽസ്, ബെൽജിയത്തിലാണ്. ഓക്കെ, ഈ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കുക, വന്ന വർഷം പഠിക്കുക. ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഡേ ടു ഡേ വർക്കൊക്കെ ചെയ്യണത് ഡയറക്ടർ ജനറലാണ് അതിൻ്റെ ഡേ ടു ഡേ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ മോട്ടോ, ICAയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ യുണൈറ്റ്, റെപ്രസെൻറ്റ്, സെർവ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കതിൽ നിന്ന് അതിൻ്റെ ക്വാർട്ടേർലി മാഗസീൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പറേറ്റീവ് ഇൻസൈഡർ, അതുപോലെ തന്നെ ഡൈജസ്റ്റ്, ICA ബുള്ളറ്റിൻ. ഇതാണ് മെയിനായിട്ട് നമ്മുടെ PYQ വരാറുള്ളത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി. ഇത്രയാണ് മെയിനായിട്ടുള്ള അവരുടെ മാഗസീൻസ്. പിന്നെ കുറച്ച് വർഷങ്ങൾ പഠിക്കാണ്ട് ICAയിൽ അവർ പീസിനെ, ഫസ്റ്റ് ഡിക്ലറേഷൻ അബൌട്ട് പീസ് 1902. സെൻട്രോ സോയിസ് റിട്രീവ് ഫ്രം ICA 1903. പിന്നെ ICA കൺഫേം ഇറ്റ്സ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി 1896. ഈ വർഷങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ. പിന്നെ ICA കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് 1995. പിന്നെ ICAയുടെ സെക്രട്ടറി പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് ടെർമിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഡയറക്ടർ ജനറലൊക്കെ ആയത്. അപ്പോൾ അതിൻ്റെ ICAയുടെ സെക്രട്ടറി പോസ്റ്റ് ടെർമിനേറ്റ് ചെയ്ത വർഷമാണ് 1963. ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ഏതാണ്? ഹയസ്റ്റ് അതോറിറ്റി അപ്പോൾ ഞാൻ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ICA. അപ്പോൾ ലാസ്റ്റ് A ആണ്. ഹയസ്റ്റ് അതോറിറ്റി ജനറൽ അസംബ്ലി. അപ്പോൾ A വരുന്നില്ലേ? ICA അസംബ്ലി, ജനറൽ അസംബ്ലിയാണ് ഹയസ്റ്റ് അതോറിറ്റി. ഓക്കെ, പിന്നെ അതിൻ്റെ സുപ്രീം ബോർഡ് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. അത് സ്പെഷ്യൽ ഒക്കേഷനിലാണ് ഈ കോൺഗ്രസ് അവർ കൂടുക. അതിൻ്റെ ബോർഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കണം. പ്രസിഡന്റ് ഉണ്ടായിരിക്കും, 4 വൈസ് പ്രസിഡന്റ് ഉണ്ട് കേട്ടോ ICAയുടെ ബോർഡിൽ. പിന്നെ 4 റെപ്രസെൻറ്റേറ്റീവ് ഗ്ലോബൽ സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്. 4 റെപ്രസെൻറ്റേറ്റീവ് ഗ്ലോബൽ സെക്ടർ ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ ഒരു യൂത്ത് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, ഒരു ജെൻഡർ ഇക്വാളിറ്റി റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. പിന്നെ 15 ലാർജ് മെമ്പേഴ്സും ഉണ്ട് ICAയിൽ. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രസിഡൻറ്റ്, ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നമ്മൾക്ക് അതിൻ്റെ 125ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു 2020. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതാണ് പിന്നെ അടുത്ത സ്റ്റേജ്. നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കേണ്ടതാണ്. ഏതൊക്കെ സ്റ്റേജിലൂടെ ICA പോയിട്ടുണ്ട്? ഫസ്റ്റ് ഇക്വിറ്റബിൾ പൈനിയേഴ്സ് 1844. ഇക്വിറ്റബിൾ പൈനിയേഴ്സ് അതിൻ്റെ ഇടയിൽ വരുന്നതാണ് 1844. ഓക്കെ, പിന്നെ അവരുടെ പ്രിൻസിപ്പിള് പേര് ആയിട്ട് 1 to 7 ഫുള്ളായിട്ട് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എസെൻഷ്യൽ പ്രിൻസിപ്പിളും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് PYQ ചോദിക്കാറുണ്ട്, ഇതിൽ ഏതാ ഓപ്ഷൻ തന്നിട്ട് ഏതാണ് എസെൻഷ്യൽ ഏതാണ് നോൺ എസെൻഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മൾ ശരിക്കും പഠിച്ചു വയ്ക്കണം. ഓക്കെ,
ICA അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു റിവ്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്യാനായിട്ട് ICA ഒരു സബ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് വർഷം? 1934. ഓക്കെ, അങ്ങനെ കുറച്ച് എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും, നോൺ എസെൻഷ്യൽ ആയിട്ട് ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. അപ്പോൾ നോൺ എസെൻഷ്യൽ 3 അത് പഠിച്ചു വെച്ചാലും മതി. ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടേഡ് ഗുഡ്സ്. ഓക്കെ, പിന്നെ ICAയുടെ സെക്കൻഡ് മോഡിഫിക്കേഷൻ വന്ന വർഷമാണ് 1966. ഈ 34 കഴിഞ്ഞിട്ട് പിന്നെ മോഡിഫിക്കേഷൻ വന്നത് 1966. 64 to 66 ഇത് കൊണ്ടുവന്ന ആളാണ് DG കാർവേ. ഓക്കെ, ഇദ്ദേഹം ആണ് റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, കാർവേ എവിടെ വെച്ചിട്ടുള്ള നടന്നത്? വിയന്നയിൽ. വിയന്ന എവിടെയുള്ള സ്ഥലം? ഓസ്ട്രിയ. 1966 സെക്കൻഡ് മോഡിഫിക്കേഷൻ. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങളുണ്ടായിരുന്നു വെച്ചാൽ USA, UK, വെച്ചിട്ട് 3 കൺട്രീസ് ഉണ്ട്. USSR, ജർമ്മനി, ഇന്ത്യ. അവരുടെ 6 പ്രിൻസിപ്പിള്. അതുപോലെ തന്നെ അവർ ആഡ് ചെയ്തിട്ടുള്ളതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. അതിനെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്, മ്യൂച്വൽ ഹെൽപ്പ് പ്രിൻസിപ്പിൾ, കാർവേ പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ ആ പോയിന്റ് ഓർത്ത് വയ്ക്കണം. പിന്നെ 1992 31ാമത്തെ കോൺഗ്രസ്സിൽ പ്രൊഫസർ മെക്പേഴ്സൺ ടോക്കിയോയിൽ നടന്ന കോൺഗ്രസ്സിൽ അടുത്ത കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഇപ്പം 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയത്. അതിൽ ആഡ് ചെയ്തതാണ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ആരായിരുന്നു? മെക്പേഴ്സൺ ആയിരുന്നു. അതൊക്കെ അവരുടെ പേരുകൾ, സ്ഥലം, അതൊക്കെ ഓർത്ത് വയ്ക്കണം. പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 10 കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട്. 10 കോപ്പറേറ്റീവ് വാല്യൂസ് ഉണ്ട്. അതിൽ 4 എത്തിക്കൽ വാല്യൂസ് ആണ്. ഹോണസ്റ്റി, ഓപ്പൺനെസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഫോർ അതേഴ്സ്. അതൊന്ന് നോക്കി വയ്ക്കണം. പിന്നെ ICAക്ക് 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്. 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്. 4 റീജിയൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഏതൊക്കെയാണ്? ഏഷ്യ പസഫിക്, ആഫ്രിക്ക, അമേരിക്ക, യൂറോപ്പ്. 4 റീജിയൻസ്. അതിൽ നമ്മുടെ ഏഷ്യ പസഫിക് ICA റോപ്പ് നോക്കണം. അതെവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ICA റോപ്പ്. അത് ഇനോഗ്രേറ്റ് ചെയ്തത് നെഹ്റു ആണ്. എന്നാണ്? 14th November 1960 ICA റോപ്പ്. പിന്നെ ICA റോപ്പുമായിട്ട് റിലേറ്റഡ് ആണ് ബോണോ ഹൗസ്. ബോണോ ഹൗസ് റിലേറ്റഡ് ടു ICA റോപ്പ്. ICAക്ക് 4 തെമാറ്റിക് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 റീജിയൻസ് ഉണ്ട്, 8 സെക്ടറൽ ഓർഗനൈസേഷൻ ഉണ്ട്, 4 തെമാറ്റിക് കമ്മിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ചിട്ട്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഇവിടെയാണോ വരുന്നത്? ICAയിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പം നോക്കിയാൽ മതി നമുക്ക്. കോപ്പറേറ്റീവ് ഡേ, കോപ്പറേറ്റീവ് ഫ്ലാഗ്, അതൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാം. കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ ഐഡിയ കൊണ്ടുവന്നത് ബെർണാഡോ ആണ്. 1896. ICAയുടെ സെക്കൻഡ് ആനുവൽ മീറ്റിങ്ങിൽ ബെർണാഡോ ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാ? ചാൾസ് ഗൈഡ് ആണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ഫ്ലാഗ് റെയിൻബോ കളറാണെന്ന് അറിയാലോ. അത് ഡിനോട്ട് ചെയ്യുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, പവർ ഓഫ് ലൈറ്റ്, എൻലൈൻമെൻറ്റ് ഓഫ് പ്രോഗ്രസ് ആണ്. അങ്ങനെ ഈ റെയിൻബോ ഫ്ലാഗ് ICA അഡോപ്റ്റ് ചെയ്തത് 1925. ചാൾസ് ഗൈഡ് ഇത് ഡിസൈൻ ചെയ്തത് 1921. ICA ഇത് അഡോപ്റ്റ് ചെയ്തത് 1925. അങ്ങനെ 6 ട്രിപ്പുള്ള ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് 2001. സിയോളിൽ നടന്ന ജനറൽ അസംബ്ലിയിൽ. അതിൻ്റെ ടോപ്പിൽ വരുന്ന കളറ് റെഡാണ്. ഓക്കെ,
പിന്നെ കോപ്പറേറ്റീവ് ഡേ നോക്കണം. കോപ്പറേറ്റീവ് ഡേ ആദ്യമായിട്ട് ആഘോഷിച്ചത് 1923 ലണ്ടനിൽ. കോപ്പറേറ്റീവ് ഡേ നമ്മൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് നമ്മൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ആഘോഷിക്കുന്നത്. ഓക്കെ, മുന്നേ നമ്മുടെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് 2012 ആയിരുന്നു. ഇപ്പോൾ കോപ്പറേറ്റീവ് ഇയർ ഏതാണ്? 2025 പ്രസൻ്റ്ലി ഇൻ്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് UN ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 2025. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ അപ്പത്തെ തീമാണ് കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. പിന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ തീം ചോദിച്ചാൽ ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. ഇതാണ് നമ്മുടെ 2025 തീം. ഓക്കെ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയുടെ. ICWS സ്ഥാപിച്ചത് സെപ്റ്റംബർ 1924 ഹോൾസെയിൽ സൊസൈറ്റി. ഓക്കെ, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി സെപ്റ്റംബർ 1924. നമ്മുടെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്നത് എപ്പോഴാണ്? അതൊക്കെ PYQ ആണ് കേട്ടോ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഇയർ എന്നായിരുന്നു? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ്. നമ്മുടെ വീക്ക് ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ നവംബർ 14 to 20 ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് കോപ്പറേറ്റീവ് കോമൺവെൽത്തിനെ കുറിച്ചിട്ടാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അത് ആരാണ് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഗൈഡാണ്. ചാൾസ് ഗൈഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് 5 ഇയർ പ്ലാനാണ്? ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്. 3rd 5 ഇയർ പ്ലാനാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്. പിന്നെന്താ ഗാഡ്ഗിൽ ഫോർമുല എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ആണ്. ഓക്കെ, കോപ്പറേറ്റീവ് കോമൺവെൽത്തിൻ്റെ സ്ട്രോങ് സപ്പോർട്ടർ ആരാ? ഇന്ത്യയിലെ ഒരു സ്ട്രോങ് സപ്പോർട്ടർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതണം VL മേത്ത. VL മേത്തയുടെ കമ്മിറ്റികൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. VL മേത്ത. പിന്നെ അതിൽ നമുക്ക് കുറച്ച് ബുക്സുകളാണ് പഠിക്കാനുള്ളത്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ആരുടെയാണ്? DR ഗാഡ്ഗിലിൻ്റെ. ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, H കാൾവേർട്ടിൻ്റെ ബുക്കാണ് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ആരുടെയാ? ഏണസ്റ്റ് പിഷൻ്റെയാണ്. ഇത് PYQ ആണ് കേട്ടോ. കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ഏണസ്റ്റ് പിഷൻ. മോഡേൺ കോപ്പറേറ്റീവ് തിയറി ആരുടെയാണ്? ജെയിംസ് ലിയോണാർഡിൻ്റെയാണ് മോഡേൺ കോപ്പറേറ്റീവ് തിയറി. കോപ്പറേറ്റീവ് ഡെമോക്രസി മറ്റൊരു ബുക്കാണ്. അതാരുടെയാ? JP വാർബേസിൻ്റെ മറ്റൊരു ബുക്കാണ് കോപ്പറേറ്റീവ് ഡെമോക്രസി. അങ്ങനെ കുറച്ച് ബുക്കുകൾ ഈ ഏരിയയിൽ പഠിക്കാനുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ അതിൽ വരുന്നത് കോപ്പറേഷൻ ആൻഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ തന്നെ കോപ്പറേഷൻ ആസ് എ ബാലൻസിങ് ഫാക്ടർ, ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് എവിൽസ്. പൊളിറ്റിക്കൽ റെമഡി ചോദിച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ മോഡൽ മാത്രം നോക്കാം കേട്ടോ. പൊളിറ്റിക്കൽ റെമഡി ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? സോഷ്യലിസം. അതുപോലെ തന്നെ എക്കണോമിക് റെമഡി ചോദിച്ചാലാണ് നമ്മുടെ കോപ്പറേഷൻ എഴുതേണ്ടത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരുടെയാ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാൾ മാർക്സിൻ്റെയാണ്. വർഷം 1848. ഓക്കെ, ഓൾഡസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം?
ഓൾഡസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പാണ് എന്ത് ഓൾഡസ്റ്റ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, വേറൊരു മാർഗരറ്റ് ഡിഗ്ബിയുടെ ബുക്കാണ് വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ആരുടെ ബുക്കാണ്? മാർഗരറ്റ് ഡിഗ്ബി. ഓക്കെ, ആളുടെ തന്നെ ബുക്കാണ് കേട്ടോ. വേറൊരു ബുക്കാണ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഇൻ ദ കോമൺവെൽത്ത്. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള പഠിക്കാനുള്ളത്. പിന്നെ ICAയുടെ സ്ട്രാറ്റജിക് പ്ലാന് 2020-2030. അതെന്താ ടൈറ്റിൽഡ് എ പീപ്പിൾ സെൻറ്റേർഡ് പാത്ത് ടു എ സെക്കൻഡ് കോപ്പറേറ്റീവ് ഡിക്കേഡ്. ഇതാണ് ആ സ്ട്രാറ്റജിക് പ്ലാൻ ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്, എ പീപ്പിൾ സെൻറ്റേർഡ് പാത്ത് ടു എ സെക്കൻഡ് കോപ്പറേറ്റീവ് ഡിക്കേഡ്. പിന്നെ കുറച്ച് ബുക്കുണ്ട്. TN ഹജീലയുടെ ബുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PYQ ആയിരുന്നു. TN ഹജീലയുടെ ബുക്കാണ് അത്. ബുക്കല്ല, എന്താ പറഞ്ഞേക്കണതെന്ന്. ഇറ്റ് ഡിനോട്ട്സ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ചോദിച്ചാൽ TN ഹജീലിയാണ്. അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്? മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. പ്രിൻസിപ്പിൾസ്, പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ TN ഹജീലയുടെയാണ് കേട്ടോ. പ്രിൻസിപ്പിൾസ്, പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ TN ഹജീലയുടെയാണ്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ഒരെണ്ണമാണ് സോഷ്യലിസം വിത്ത് ഹ്യൂമൻ ഫേസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ചോദിച്ചാൽ അലക്സാണ്ടർ ഡ്യൂബക്കിൻ്റെയാണ്. സോഷ്യലിസം വിത്ത് ഹ്യൂമൻ ഫേസ്. ഓക്കെ, മാർക്സിയൻ സോഷ്യലിസത്തിനെയാണ് സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ആണ് അതിൽ ആ പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂൾ, പിന്നെ ICAയുടെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടുണ്ട്, അത് കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഫോറിൻ കോപ്പറേഷൻ, ഇപ്പം നമുക്ക് ആകെ 3 ഫോറിൻ കോപ്പറേഷൻ രാജ്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്. അതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത്. ജർമ്മനീനെ കുറിച്ചിട്ട് ആദ്യം നോക്കാം നമുക്ക്. ജർമ്മനി. ഓക്കെ, ജർമ്മനിയുടെ ലീഡർ ആരാണ്? റെയ്ഫിസൺ ആണ് ജർമ്മനിയുടെ ലീഡർ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് ബാങ്കിൻ്റെ വേൾഡ്, ഇദ്ദേഹത്തിനെ പറയണതാണ് കേട്ടോ. റൂറൽ ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് റെയ്ഫിസൺ ആണ്. ആപ്സ്റ്റോൾ ഓഫ് കോപ്പറേഷൻ, എപ്പോസ്റ്റിൽ എന്നാണ് കേട്ടോ, സോറി എഴുതാൻ ഞാൻ. എപ്പോസ്റ്റിൽ ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ റെയ്ഫിസൺ ആണ്. റെയ്ഫിസൺ സ്റ്റാർട്ട് ചെയ്തതാണ് ഹെഡസ്ഡോർഫ് ബെനിഫിഷ്യന്റ് സൊസൈറ്റി. ഓക്കെ, അവരാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് അത് കോയിൻ ചെയ്തത് ഈ ബെനിഫിഷ്യന്റ് സൊസൈറ്റിയാണ് കേട്ടോ. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റെയ്ഫിസൺ ആണ്. അദ്ദേഹത്തിൻ്റെയാണ് പുവർ പീപ്പിൾ കമ്മിറ്റി. അങ്ങനെ കുറച്ച് മെയിനായിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ഷോർട്ട് നോട്ടായിട്ട് പോവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈൻഡ് ചെയ്യാനായിട്ട് സുഖമാണ്. അപ്പം നിങ്ങളുടെ രീതിയിൽ നോട്ട് ചെയ്താവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ നോട്ട് കാണിച്ചു തരാത്തത് അതൊന്നും മനസ്സിലാവില്ല. ഞാൻ അത്രയും ചെറുതാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളത് എഴുതാവും. നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈസി. ഓക്കെ, പിന്നെ ആ ഭാഗം റെയ്ഫിസനെ കുറിച്ചിട്ട് നോക്കുക. റെയ്ഫിസൺ യൂണിയൻ ഉണ്ട്, അത് 1877 ആ വർഷം നോക്കുക. റെയ്ഫിസൺ ആണ് ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ദ വേൾഡ്. ഫൗണ്ടർ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, പിന്നെ അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു, ഡിവിഡൻഡ് ഉണ്ടായിരുന്നില്ല.
പിന്നെ റേഫിസൺ സൊസൈറ്റിയിലെ സർപ്ലസ് ഫണ്ട് 2 റിസർവിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓർഡിനറി ഫണ്ടും എൻഡോമെൻറ്റ് ഫണ്ടായിട്ടും. പിന്നെ ബിഗ് ഫാമേഴ്സ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹാസ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക ക്വസ്റ്റ്യനിൽ. ബിഗ് ഫാമേഴ്സ് ഡോക്ടർ ഹാസ് ഇദ്ദേഹത്തിൻ്റെ ഫാമിങ്ങൊക്കെ ബിഗ് ഫാമേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ ഹാസ് അവിടുത്തെ ഒരു എമിനൻ്റ് ആയിട്ടുള്ളൊരു കോപ്പറേറ്ററാണ് ഡോക്ടർ ഹാസ്. പിന്നെ നമ്മുടെ റേഫിസൺ കഴിഞ്ഞ ജർമ്മനിയിലെ സെക്കൻഡ് ലീഡറാണ് ഷൂൾസ്. ഓക്കെ, അവരുടെ കാലഘട്ടം പഠിച്ചു വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. റേഫിസൺ 1818 ആണെങ്കിൽ ഷൂൾസ് 1808 ആണ്. ഓക്കെ, ഷൂൾസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് അർബൻ ബാങ്ക്സിൻ്റെ ഫൗണ്ടർ. ആരാണ്? ഈ ഷൂൾസാണ് അർബൻ ബാങ്ക്സിൻ്റെ ഫൗണ്ടർ. അതുപോലെ തന്നെ പോപ്പുലർ ബാങ്ക്സ്, ഫൗണ്ടർ ഓഫ് ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർഷം പഠിച്ചു 1850. ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൗണ്ടറാണ് ആര്? ഷൂൾസ്. 1850. ഓക്കെ, ഫസ്റ്റ് ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രണ്ട്ലി സൊസൈറ്റി ആയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ ഫൗണ്ട് ചെയ്തതും ഷൂൾസാണ്. ഷൂൾസ് ബാങ്ക്സിന് എന്തൊക്കെ അറിയപ്പെട്ടിരുന്നു? പോപ്പുലർ ബാങ്ക്സ്, അതുപോലെ തന്നെ ടൗൺ ബാങ്ക്സ്, ഷെയർ ബാങ്ക്സ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബാങ്കുകളെന്നെ. പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് ലോ ഇൻ ജർമ്മനി എന്ന് ചോദിച്ചാൽ ഷൂൾസ് ആണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് റേഫിസിൻ്റെ അവിടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ഷൂൾസിൻ്റെ അവിടെ എന്തായിരുന്നു? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെയാണ് റിസർവ് ഫണ്ടിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാ പറഞ്ഞത്? ഷൂൾസ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഷൂൾസിന് ഒരു കമ്പാനിയൻ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ റേഫിസിൻ്റെ അവിടെ ഡോക്ടർ ഹാസ് പഠിച്ച പോലെ ഷൂൾസിൻ്റെ ഒരു കമ്പാനിയൻ ആയിരുന്നു ഡോക്ടർ ബെർണാഡി ഷൂൾസിൻ്റെ ഒരു കമ്പാനിയൻ ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഡെൻമാർക്ക്, അത്രയൊക്കെയാണ് ജർമ്മനിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ രണ്ടുപേരെയും അവരുടെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഡെൻമാർക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഡെൻമാർക്ക് ഒരു അതിൻ്റെ ഡയറി കോപ്പറേറ്റ്, ഡെൻമാർക്ക് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറി കോപ്പറേറ്റീവ്സ് ആണ് ഓർമ്മ വരിക അല്ലേ. അപ്പോൾ ബർത്ത് പ്ലേസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ കോപ്പറേഷനും ഏതാണ്? ഡെൻമാർക്കാണ്. ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കാണ്. ഓക്കെ, ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ, ഹോംലാൻഡ് ഓഫ് ഡയറി, അതൊക്കെ ഡെൻമാർക്കാണ്. അതുപോലെ തന്നെ സിംഗിൾ പർപ്പസ് സൊസൈറ്റി കൺസെപ്റ്റാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സിംഗിൾ പർപ്പസ് സൊസൈറ്റി കൺസെപ്റ്റ്. ഓക്കെ, പിന്നെന്താ, അവിടെ ഡെൻമാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ല. നോ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഇത് പണ്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇല്ലാത്ത രാജ്യം ഡെൻമാർക്ക്. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു ജർമ്മനിയിലെ ഫാദേഴ്സ് റേഫിസണും ഷൂൾസും പോലെ നമ്മുടെ ഡെൻമാർക്കിലത്തെയാണ് HC സോനെ, പ്രൊവിഷൻ പേഴ്സൺ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. HC സോനെ, പ്രൊണൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ, അദ്ദേഹത്തിന് എന്തുകൂടി അറിയപ്പെട്ടിരുന്നു? പ്രൊവിഷൻ പേഴ്സൺ എന്നും അറിയപ്പെട്ടിരുന്നു. ഓക്കെ, അങ്ങനെ ഡെൻമാർക്കിലെ കുറച്ച് കോപ്പറേറ്റീവ്സിൻ്റെ പേര് പറയാം. HC സോനെ, NFS ഗ്രൻഡ്വിങ്, LC നെൽസൺ, ഉൽക്രിക്ക്, ആൻഡേഴ്സൺ, ഇവരൊക്കെയാണ് നമ്മുടെ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ്സ്. അപ്പോൾ അഗ്രികൾച്ചർ കോപ്പറേഷൻ്റെ ഹോംലാൻഡാന്ന് പറഞ്ഞല്ലോ. ഫസ്റ്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റി ഏതാ? റോയൽ അഗ്രികൾച്ചറൽ സൊസൈറ്റി 1769. പിന്നെ ഫസ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അവിടെ ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 1882 കേട്ടോ. ഓക്കെ,
അതൊക്കെയാണ് ആ ഭാഗത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെ ക്രീം സെപ്പറേറ്റർ മെഷീൻ കണ്ടുപിടിച്ചതാണ് ഈ LC നെൽസൺ. ക്രീം സെപ്പറേറ്റർ മെഷീൻ കണ്ടുപിടിച്ചു. അതിൻ്റെ അവിടുത്തെ ട്രേഡ് നെയിമാണ് ലർബ്രാൻഡ്. ഓക്കെ. ഡെൻമാർക്ക് എന്തിനൊക്കെ അവിടെ ഫേമസ് ആണ്? ബുൾ ക്ലബ്സിന്, കാറ്റിൽ ബ്രീഡിങ് സൊസൈറ്റീസിന്, യങ് ഫാമേഴ്സ് ക്ലബ്സിന്, ഇതൊക്കെ ഡെൻമാർക്ക് പ്രസിദ്ധമാണ്. ഓക്കെ. അടുത്തൊരു നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്ടർ ഉൽക്രിക്ക്, ഡാനിഷ് കോപ്പറേറ്റർ, ഫേമസ് ആയിട്ടുള്ള ഡാനിഷ് കോപ്പറേറ്ററാണ് ഡോക്ടർ ഉൽക്രിക്ക്. പിന്നെ അതുപോലെ തന്നെ ഡെൻമാർക്കിലെ ഇൻഷുറൻസ് സൊസൈറ്റിയാണ് എന്ത്? അൽക്ക, ALKA. ഓക്കെ. ഇൻഷുറൻസ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ അൽക്ക. ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് ചോദിച്ചാൽ എന്താ പറയുക? FDB ആണ് ഹോൾസെയിൽ സൊസൈറ്റി. ഇൻഷുറൻസ് അൽക്ക, ഹോൾസെയിൽ സൊസൈറ്റി FDB. ഓക്കെ. പിന്നെ ജോയിൻറ്റ് പർച്ചേസ് ഓർഗനൈസേഷൻ, ഡെൻമാർക്കിലെ ജോയിൻറ്റ് പർച്ചേസ് ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നോർഡിക്. PYQ ആണ് കേട്ടോ. ജോയിൻറ്റ് പർച്ചേസ് ഓർഗനൈസേഷനാണ് നോർഡിക്. പിന്നെ ഡാഗ് എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് എഗ്സ് ആണ്. ഡാഗ് എഗ് അങ്ങനെ ആലോചിച്ചാണ്. ഡാഗ് എഗ്. പിന്നെ അവിടെ ഫോക്ക് ഹൈസ്കൂൾ ഉണ്ട്. NFS ഗ്രൻഡ്വിങ് ആണ് ഫോക്ക് ഹൈസ്കൂൾ കണ്ടുപിടിച്ചത്. ഫോൾക്ക് ഹൈസ്കൂൾ ആരാണ്? ഗ്രൻഡ്വിഗ്. ഓക്കെ. അതൊക്കെയാണ് ക്രീം സെപ്പറേറ്റർ മെഷീൻ നമ്മൾ പറഞ്ഞു LC നെൽസൺ ആണ്. അതൊക്കെയാണ് അവിടെ. കറണ്ട് ലർബ്രാൻഡിൻ്റെ നമ്മൾ പറഞ്ഞു കൊടുത്ത ട്രേഡ് നെയിം ലർബ്രാൻഡ് എന്നായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പേര് മാറ്റിയിട്ടുണ്ട്. ലർബ്രാൻഡ് എന്താക്കി? പാക്ക് ആക്കി. ഓക്കെ. അതൊക്കെയാണ് നമ്മുടെ അവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഡെൻമാർക്കിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് നോക്കേണ്ടത് അതൊക്കെയാണ്. പിന്നെ ഇംഗ്ലണ്ട്, അടുത്ത ഫോറിൻ രാജ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലും മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. മെക്ക. ജർമ്മനി എന്താ? ജർമ്മനി അല്ല, നമുക്കത് അപ്പം നോക്കാം. മെക്ക ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ ക്രാഡിൽ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ക്രാഡിൽ എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാ. ജർമ്മനി സിറ്റാഡൽ എന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. ക്രാഡിൽ ഇംഗ്ലണ്ടാ. തെറ്റരുത് കേട്ടോ. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിങ്ങിൻ്റെ ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട്. പിന്നെന്താണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വർഷം ഏത്? 1760, 1840. ഹംഗറി 40s, ഇതൊക്കെ ഇംഗ്ലണ്ടിൽ വരുന്നത് കേട്ടോ. ഹംഗറി 40s 1840. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് PYQ ആണ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് PYQ ആണ് 1793. ഇത് പഠിക്കുമ്പോൾ തന്നെ ഇതിനെ കൺഫ്യൂഷൻ വരുത്തുന്ന വേറൊരു സംഭവമാണ് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് 1896. വെറും ഫ്രണ്ട്ലി ചോദിച്ചാൽ 1793. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി ചോദിച്ചാൽ 1896. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. REPS എന്ന റോക്ക്ഡെയിൽ ഇക്വിറ്റി പൈനേഴ്സ് സൊസൈറ്റി 1844. ഇപ്പോൾ പറയുന്നത് റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് PYQ തന്നെയാണ് കേട്ടോ. 1830. മറ്റേത് ഇക്വിറ്റബിൾ പൈനേഴ്സ് സൊസൈറ്റിയാണ്. ഇത് ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി 1830. 60 വീവേഴ്സൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. ഓക്കെ. പിന്നെ മെയിനായിട്ടുള്ളൊരു വർഷമാണ് 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റി ആക്ട് ഇയർ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1852 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ. അതിൽ ഈ ആക്ട് കൊണ്ടുവരാനായിട്ട് മെയിനായിട്ട് റോള് വഹിച്ച ഒരാളാണ് ജോൺ
ലഡ്ലോ. ഓക്കെ, പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. പിന്നെ ഈ ആക്ട് അമെൻഡ് ചെയ്ത വർഷമാണ് 1862. അങ്ങനെ 1863 കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി അണ്ടർ ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റീസ് ആക്ട് വന്നു ഈ അമെൻമെൻറ്റ് പ്രകാരം. മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ടിലേട്ടാ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്റ്റും ഉണ്ട്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്റ്റും ഉണ്ട്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റിയുടെ ഫ്രെയിം ചെയ്ത ആളാണ് ഹെൻറി വൂൾഫ്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസാണ്. പിന്നെ ഇംഗ്ലണ്ടിലുള്ള വേറൊരു സംഭവമാണ് വുമൻസ് ഗിൽഡ്. അത് 1883 ആലീസ് എക്ലൻഡാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഫൗണ്ട് ചെയ്തത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇംഗ്ലണ്ടിൽ പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് പാർട്ടി ഉണ്ട് ഇംഗ്ലണ്ടിൽ. അതിൻ്റെ വർഷം ഒന്ന് ഓർത്ത് വെച്ചോളൂ, 1917. ഇപ്പം നമ്മൾ പഠിച്ച വർഷങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഏതാ വർഷം? 1793. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. ഹംഗ്രി ഫോർട്ടീസ് 1840. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ, അത് ഞാൻ എഴുതിയില്ല എന്നാണ്. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ 1824. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ട്ടാ. പിന്നെ റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1830. ഓക്കെ, REPS 1844. ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് സൊസൈറ്റി 1852. അതിൻ്റെ അമെൻമെൻറ്റ് വന്നത് 1862. പിന്നെ അത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആയത് 1863. നമ്മുടെ വേൾഡിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കൺസ്യൂമർ മൂവ്മെൻ്റ് ആയിട്ടാണ് വേൾഡിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നമ്മുടെ ജർമ്മനിയിൽ റെയ്ഫിസൺ പഠിച്ചു, ഷൂൾസ് പഠിച്ചു. ഡെൻമാർക്കിലെ HC സോനെ പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലണ്ടിലുള്ളതാണ് റോബർട്ട് ഓവൻ ആരാ? ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ നമ്മുടെ ഫാദറാണ് റോബർട്ട് ഓവനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കി പോവുക, അത്രേ ഉള്ളൂ. എന്താണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം, പിന്നെന്താ ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം, എല്ലാവർക്കും അറിയണതല്ലേ. കോപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫാദറാണ്, ലേബർ വെൽഫെയറിൻ്റെ ഫാദറാണ്. അതുപോലെ തന്നെ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്താണ് ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മില്ലിൻ്റെ പേരെന്താ? ന്യൂ ലെനാർക്ക് മില്ല്. അദ്ദേഹത്തിൻ്റെ മില്ലിൻ്റെ പേര് ന്യൂ ലെനാർക്ക് മില്ല്. ഓക്കെ, അദ്ദേഹം തന്നെ സ്കൂളുകളൊക്കെ ഇൻഫാൻറ്റ് സ്കൂൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിയറി എന്താ? ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ആണ് അദ്ദേഹത്തിൻ്റെ തിയറി. ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കോളനിയുടെ പേരെന്താ? ഫസ്റ്റ് കോളനി എന്താ? ന്യൂ ഹാർമണി. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് കോളനി ന്യൂ ഹാർമണി. അദ്ദേഹത്തിൻ്റെ മില്ല് ന്യൂ ലെനാർക്ക് മില്ല്. മില്ലിൽ എല്ലുണ്ട്, അപ്പോൾ ലെനാർക്കിൽ എല്ലുണ്ട്. അപ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മില്ല് ന്യൂ ലെനാർക്ക് മില്ല്. അദ്ദേഹത്തിൻ്റെ തിയറി ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. അദ്ദേഹത്തിൻ്റെ കോളനിയാണ് ന്യൂ ഹാർമണി. ഓക്കെ, ന്യൂ ഹാർമണിയും ലെനാർക്ക് മില്ലും തെറ്റരുത് കേട്ടോ, അതിനാണ് എല്ല് പറഞ്ഞത്. ഓക്കെ, പിന്നെ അതിലെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച് 1832. ഓക്കെ, ഇക്വിറ്റബിൾ ലേബർ എക്സ്ചേഞ്ച്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് ഒക്കെ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് എൻവയോൺമെൻറ്റ്, ന്യൂ മോറൽ വേൾഡ് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ് കേട്ടോ, ന്യൂ മോറൽ വേൾഡ്. അപ്പം നമ്മുടെ 2 മൊഡ്യൂള് ഏകദേശം കഴിഞ്ഞു. ഇതൊക്കെയാണ് ആ ഭാഗത്ത്
നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ വേറൊരു കോപ്പറേറ്റീവ് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് വില്യം കിങ്. ദ കോപ്പറേറ്റർ നമ്മുടെ മെയിനായിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണലില്ലേ, അദ്ദേഹത്തിൻ്റെയാണ് ദ കോപ്പറേറ്റർ. 1828 അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ് ദ കോപ്പറേറ്റർ. ഓക്കെ. റോബർട്ട് ഓവൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു നമ്മുടെ വില്യം കിങ്. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് അക്വിസിഷൻ ഓഫ് നോളേജ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. എഡ്യൂക്കേഷനും പഠിപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, നോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോറിൻ കോപ്പറേഷനിലെ ആളെ ചോദിച്ചാൽ വില്യം കിങ് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ കോപ്പറേറ്റീവ് ട്രേഡിംഗ് അസോസിയേഷൻ ബ്രൈറ്റണിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെന്താണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ സപ്പോർട്ടറാണ്. ബെനോവലൻറ്റ് ഫണ്ട് അസോസിയേഷൻ 1837. പിന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനാണ് നോളേജ് ആൻഡ് യൂണിയൻ ആർ ദ പവർ ഡയറക്റ്റഡ് ബൈ നോളേജ്. അങ്ങനെ നോളേജ് എന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എഴുതിക്കോളൂ. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഇദ്ദേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അവിടുത്തെ DGH കൊലെ നമ്മൾ മറ്റോടത്തും ഷോൾസിനും റേഫിസനും ഹാസും റേഫിസിന് ബെർണാഡിയൊക്കെ ഉണ്ടായിരുന്ന പോലെ റോബർട്ട് ഓവനും ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. DGH കൊലയുടെ ഇപ്പോൾ ഈ വൈകായിട്ട് എപ്പോഴും ചോദിക്കുന്ന ബുക്കാണ് എ സെഞ്ച്വറി ഓഫ് കോപ്പറേഷൻ. ഓക്കെ. ഇതൊക്കെയുള്ളൂ നമ്മുടെ എന്താ പറയുക സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു, സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ കമ്മിറ്റീസാണ്. തേർഡ് മൊഡ്യൂളിൽ കമ്മിറ്റീസാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, റിവ്യൂ കമ്മിറ്റി, അതുപോലെ തന്നെ VL മേത്തയുടെ കമ്മിറ്റി, ട്രാഫിക്കാർഡിന് നബാർഡ്, പിന്നെന്താ കുസ്രുവിൻ്റെ കമ്മിറ്റി, പിന്നെ NCDC, NDDB, NHB, നബാർഡ്. അതാണ് അടുത്ത മൊഡ്യൂളിൽ മെയിനായിട്ട് നോക്കാനുള്ളത്.